പ്രകടന പത്രികയിലായിരിക്കും. അല്പസമയത്തിനകം തന്നെ ഈ വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തിച്ചേരും. ഇപ്പോൾ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചിരിക്കുന്നു. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് കേരളത്തിന് ബജറ്റിൽ വളരെ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതടക്കമാണ്. ഇതിന്റെ പ്രയോജനം കേരളത്തിന് ലഭിക്കും. ആധുനിക അടിസ്ഥാന സൗകര്യ നിക്ഷേപത്തിൽ ഇന്ത്യയെ ലോകം പ്രശംസിക്കുകയാണ്. ഈ വർഷത്തെ ബജറ്റിൽ വകയിരുത്തിയത് റെക്കോർഡ് തുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ പ്രയോജനം കേരളത്തിന് ഇനിയുള്ള ദിവസങ്ങളിൽ ലഭിക്കും. ഇന്ന് വികസിപ്പിച്ച പുതിയ റോഡുകൾ കേരളത്തിന്റെ വികസനത്തിന് ആക്കം കൂട്ടുമെന്നും വികസിത കേരളത്തിന്റെ ശക്തി പകരാൻ ഇത് ഇടയാക്കുമെന്നുള്ളതും പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു. ഈ ദേശീയപാതയെ ചൊല്ലി കേരളത്തിൽ ഇപ്പോൾ തന്നെ പ്രത്യാരോപണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രതിനിധിയെ പോലും ക്ഷണിച്ചില്ല എന്നുള്ളതായിരുന്നു. പ്രധാനമന്ത്രി കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് പ്രധാനമന്ത്രി അത് കേരളത്തിന് മുതൽക്കൂട്ടാകും എന്നടക്കമുള്ള പ്രസ്ഥാന ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിന് ഉണ്ടാകും എന്നടക്കം നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ BJP